നമസ്കാരം. ഫ്രണ്ടി പ്രസൻസ് EMT ന്യൂസ് ടുഡേ പ്രധാന വാർത്തകൾ. സ്വകാര്യ മേഖലാ തൊഴിലാളികളുടെ കൂടിയ തൊഴിൽ സമയം 8 മണിക്കൂറാണെന്ന് സൗദി തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയം. ഇതിൽ കൂടുതൽ സമയം തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് നിയമലംഘനമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. തൊഴിൽ സമയം കണക്കാക്കുന്നതിന് തൊഴിലുടമ ദിവസമാണ് മാനദണ്ഡമാക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും തൊഴിൽ സമയം 8 മണിക്കൂറിലും ആഴ്ചയാണ് മാനദണ്ഡമാക്കുന്നതെങ്കിൽ 48 മണിക്കൂറിലും കൂടാൻ പാടില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇതിൽ കൂടുതൽ സമയം തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് നിയമലംഘനമാണ്. നിർമ്മാണ മേഖലയിൽ സൗദികളുടെ ശരാശരി തൊഴിൽ സമയം 65 മണിക്കൂറും വിദേശികളുടെ തൊഴിൽ സമയം 76 മണിക്കൂറുമാണെന്ന് ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. തൊഴിൽ നിയമം അനുസരിച്ച് നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾ ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നതായാണ് ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ടുഡേ, റിയാദ്. വാഹന പരിശോധനാ കേന്ദ്രങ്ങളുടെ പ്രവൃത്തി സമയം ദീർഘിപ്പിച്ചതായി സൗദി ട്രാഫിക് ഡയറക്ടറേറ്റ് അറിയിച്ചു. 6 വാഹന പരിശോധനാ കേന്ദ്രങ്ങളുടെ സമയമാണ് രാത്രി 11 വരെ ദീർഘിപ്പിച്ചിരിക്കുന്നത്. റിയാദ് അൽഷിഫ ഡിസ്ട്രിക്റ്റിലെ വാഹന പരിശോധനാ കേന്ദ്രത്തിന്റെയും മദീന, അബഹ, അൽ ഖസീം, ഹുഫൂഫ്, തായിഫ് എന്നിവിടങ്ങളിലെ വാഹന പരിശോധനാ കേന്ദ്രങ്ങളുടെയും പ്രവൃത്തി സമയമാണ് രാത്രി 11 വരെ ദീർഘിപ്പിച്ചിരിക്കുന്നത്. അടുത്ത തിങ്കളാഴ്ച മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. ഞായർ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാത്രി 11 വരെയും ശനിയാഴ്ച രാത്രി 10 വരെയും ഈ പരിശോധനാ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കും. പുതുതായി 6 കേന്ദ്രങ്ങളുടെ കൂടി പ്രവൃത്തി സമയം ദീർഘിപ്പിച്ചതോടെ രാത്രി 11 വരെ തുറന്നു പ്രവർത്തിക്കുന്ന വാഹന പരിശോധനാ കേന്ദ്രങ്ങളുടെ എണ്ണം 10ആയി. സൗദി പൗരന്മാർക്കും വിദേശികൾക്കും എളുപ്പത്തിലും പ്രയാസരഹിതമായും വാഹന പരിശോധന പൂർത്തിയാക്കുന്നതിന് അവസരമൊരുക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് വാഹന പരിശോധനാ കേന്ദ്രങ്ങളുടെ പ്രവൃത്തി സമയം സൗദി ട്രാഫിക് ഡയറക്ടറേറ്റ് ദീർഘിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ടുഡേ, റിയാദ്. വനിതകൾക്ക് നൽകുന്ന പരമോന്നത ബഹുമതിയായ നാരി ശക്തി പുരസ്കാരത്തിന് ദമാമിലെ ജീവകാരുണ്യ പ്രവർത്തക മഞ്ജു മണിക്കുട്ടൻ അർഹയായി. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൽ നിന്ന് അവർ പുരസ്കാരം ഏറ്റുവാങ്ങി. കിഴക്കൻ പ്രവിശ്യയിൽ ഇന്ത്യൻ വീട്ടുജോലിക്കാരികൾക്കായി നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് മഞ്ജുവിനെ പുരസ്കാരം തേടിയെത്തിയത്. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും മാർച്ച് 8-നാണ് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം നാരിശക്തി പുരസ്കാരം സമ്മാനിക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിനായി വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച ഇന്ത്യൻ വനിതകൾക്കാണ് ഈ അവാർഡ് നൽകുന്നത്. സർട്ടിഫിക്കറ്റും 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഉൾപ്പെടുന്ന അവാർഡിന് ഈ വർഷം 40-ൽ പരം വനിതകൾ അർഹരായി. എനിക്ക് ഈ അവാർഡ് കിട്ടിയതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട്. ഏറ്റവും ഓർക്കുന്നത് സഫിയ ജിത്തിനെയാണ്. സൗദി അറേബ്യയിലെ എല്ലാ സാമൂഹ്യ പ്രവർത്തകർക്കും നന്ദി. കേരളത്തിലെ എല്ലാവർക്കും, എല്ലാ സ്ത്രീകൾക്കും അഭിമാനിക്കാവുന്നതാണ് ഈ അവാർഡ്. ദമാമിൽ ഒരു ബ്യൂട്ടി പാർലറിൽ ജീവനക്കാരിയായ ഈ എറണാകുളം പെരുമ്പാവൂർ സ്വദേശിനി 8 വർഷം മുമ്പാണ് ഭർത്താവ് പത്മനാഭൻ മണിക്കുട്ടന്റെ കൂടെ സൗദിയിലെത്തിയത്. അഭിജിത്ത്, അഭിരാമി എന്നിവർ മക്കളാണ്. ന്യൂസ് ടുഡേ, ദമാം. കുവൈത്തിലെ സ്വകാര്യ മേഖലയിലെ തൊഴിൽ നിയമത്തിൽ ഭേദഗതി വരുത്താൻ തീരുമാനം. ഇതോടെ ശമ്പളവും അവധിയും വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ. കുവൈത്തിലെ സ്വകാര്യ മേഖലയിലെ തൊഴിൽ നിയമത്തിൽ ഭേദഗതി വരുത്താൻ ദേശീയ അസംബ്ലിയുടെ തീരുമാനം. സർക്കാരിന്റെ അംഗീകാരത്തോടൊപ്പം വോട്ടെടുപ്പിലൂടെ നിയമം പാസാക്കുമെന്നാണ് സൂചന. മാർച്ച് 19-നും 20-നും നടക്കുന്ന പാർലമെന്റ് സെക്ഷനിൽ നിയമം നടപ്പിലാക്കുമെന്നും സൂചനകളുണ്ട്. കുവൈത്തിൽ പ്രവാസികൾക്ക് അനുകൂലമായി നാഷണൽ അസംബ്ലി പുറപ്പെടുവിക്കുന്ന ആദ്യ നിയമമായാണ് ഇതിനെ കണക്കാക്കുന്നത്. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന 1.7 മില്യൺ പ്രവാസികൾക്ക് പ്രയോജനകരമാകുമെന്നാണ് പ്രതീക്ഷ. നിയമം പ്രാബല്യത്തിൽ വന്നാൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് 40 ദിവസം വരെ വാർഷിക അവധി ലഭ്യമാകും. കൂടാതെ പ്രതിമാസ ശമ്പളവും ആനുകൂല്യവും വർദ്ധിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. ന്യൂസ് ടുഡേ, കുവൈത്ത്.
ഷാർജ അൽഫലഹ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കവർച്ചാ ശ്രമം നടന്നതായി ഷാർജ പോലീസ് അറിയിച്ചു. 2 ആഫ്രിക്കക്കാർ മുഖംമൂടി ധരിച്ചെത്തി ക്യാഷറെ ആക്രമിക്കുകയായിരുന്നു. കവർച്ച നടത്തി കടന്നു കളയുന്നതിനു മുമ്പ് 2 അക്രമികളെയും പോലീസ് പിടികൂടി. വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം. 2 ആഫ്രിക്കക്കാർ മുഖംമൂടി ധരിച്ചെത്തി ക്യാഷറെ ആക്രമിക്കുകയായിരുന്നു. ക്യാഷർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കവർച്ച ചെറുക്കുന്നതിനിടയിൽ തലക്കടി ഏൽക്കുകയായിരുന്നു. കവർച്ച നടത്തി കടന്നു കളയുന്നതിനു മുമ്പ് 2 അക്രമികളെയും പോലീസ് എത്തി പിടികൂടിയെന്ന് ഷാർജ പോലീസ് മേധാവി മേജർ ജനറൽ സൈഫ് അൽസരി അൽ ഷംസി വ്യക്തമാക്കി. ക്യാഷ് കൗണ്ടറിൽ നിന്ന് പണമെടുത്ത് കടന്ന് പുറത്തിറങ്ങിയ അക്രമികൾ മുഖംമൂടി ഉപേക്ഷിച്ചുവെങ്കിലും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ പരിസരത്ത് ഒളിഞ്ഞിരിക്കുകയായിരുന്നു. ഇവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ഇവരെ കീഴ്പ്പെടുത്തുന്നതിനിടയിൽ വസ്തുവകകൾക്കോ ആളുകൾക്കോ യാതൊരു കേടുപാടും സംഭവിച്ചില്ല. അക്രമികൾ കുറ്റം സമ്മതിച്ചു. കൂടുതൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തിന് രൂപം നൽകിയതായും പോലീസ് മേധാവി അറിയിച്ചു. ന്യൂസ് ടുഡേ, ദുബായ്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് ഗൾഫിലേക്ക് കൂടുതൽ സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്ന് എയർ ഇന്ത്യ സിഇഒ ശ്യാം സുന്ദർ. കൊച്ചിയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് നോൺ സ്റ്റോപ്പ് സർവീസ് നടത്തുന്നത് പരിഗണനയിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് നിലവിൽ അബുദാബിയിലേക്ക് ആഴ്ചയിൽ 3 സർവീസുകളാണുള്ളത്. ഇത് 5 ഉയർത്തും. കൂടാതെ മസ്കറ്റ്, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലേക്ക് ഉടൻ സർവീസുകൾ ആരംഭിക്കും. ഈ സാമ്പത്തിക വർഷത്തിൽ കമ്പനി 300 കോടി രൂപ ലാഭമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന് 25 വിമാനങ്ങളാണുള്ളത്. 6 വർഷത്തിനുള്ളിൽ വിമാനങ്ങളുടെ എണ്ണം 65 ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. 12 വർഷം പഴക്കമുള്ള എല്ലാ വിമാനങ്ങളും ആധുനിക രീതിയിലേക്ക് സീറ്റ് സംവിധാനം ഉൾപ്പെടെ നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടന്നുവരുന്നുണ്ട്. സൂറത്തിൽ നിന്നും ഷാർജയിലേക്ക് പുതിയ സർവീസ് ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ടുഡേ, കേരളം. സൗദിയിലെ അൽ മൗവാസാത്ത് ഹെൽത്ത് ഗ്രൂപ്പിലേക്ക് BSc ഡിപ്ലോമ നഴ്സുമാരെ നിയമിക്കുന്നതിന് ഇന്റർവ്യൂ നടക്കുന്നു. ODEPC തിരുവനന്തപുരം വഴുതക്കാട് ഓഫീസിൽ ഈ മാസം 13-നാണ് സ്കൈപ്പ് ഇന്റർവ്യൂ നടക്കുക. സൗദി അറേബ്യയിൽ അൽ മൗവാസാത്ത് ഹെൽത്ത് ഗ്രൂപ്പിലേക്ക് BSc ഡിപ്ലോമ നഴ്സുമാരെ നിയമിക്കുന്നതിന് ODEPC തിരുവനന്തപുരം വഴുതക്കാട് ഓഫീസിൽ 13-ന് സ്കൈപ്പ് ഇന്റർവ്യൂ നടത്തും. 1 വർഷം പ്രവൃത്തി പരിചയമുള്ള BSc നഴ്സുമാർക്കും 2 വർഷം പ്രവൃത്തി പരിചയമുള്ള ഡിപ്ലോമ നഴ്സുമാർക്കും അപേക്ഷിക്കാം. വിസ, എയർ ടിക്കറ്റ്, താമസം എന്നിവ സൗജന്യമായിരിക്കും. താല്പര്യമുള്ളവർ ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും സഹിതം odepecmou@gmail.com എന്ന ഇമെയിലിൽ അപേക്ഷിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് www.odepec.kerala.government.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കുക. ന്യൂസ് ടുഡേ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതോടെ പൊന്നാനിയിൽ മത്സരം കനക്കുമെന്നാണ് സൂചന. PV അൻവറിനെ രംഗത്തിറക്കി ഇടതുമുന്നണിയും മുസ്ലിം ലീഗിന്റെ കരുത്തനായ ET മുഹമ്മദ് ബഷീർ MPയും തമ്മിൽ നേർക്കുനേരാണ് മത്സരം. അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് CPM അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. വിവിധ കോണുകളിൽ നിന്ന് എതിർപ്പുകൾ ഉയർന്നിരുന്നെങ്കിലും മണ്ഡലം കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അൻവറിനെ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയാക്കിയത്. ഭൂമി കയ്യേറ്റം, കൊലപാതകം തുടങ്ങി നിരവധി കേസുകളിൽ ആരോപണ വിധേയനായ അൻവറിനെതിരെ നിലമ്പൂരിൽ ഇടതുമുന്നണിക്കുള്ളിൽ നേരത്തെ എതിർപ്പുകൾ ഉയർന്നിരുന്നു. പൊന്നാനിയിൽ മത്സര രംഗത്തിറങ്ങുമ്പോൾ അൻവറും ഇടതുമുന്നണിയും ഈ വിവാദങ്ങളെ എങ്ങനെ നേരിടുമെന്ന് കാണാനിരിക്കുന്നതേയുള്ളൂ. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളിലെ മൊത്തം ഭൂരിപക്ഷം കണക്കിലെടുത്താൽ UDFും LDFും തമ്മിൽ 1071 വോട്ടിന്റെ അന്തരമേയുള്ളൂ. കൂടാതെ കോൺഗ്രസ് ജയിച്ച തൃത്താല നിയോജക മണ്ഡലം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതിനൊപ്പം നിൽക്കുന്ന പ്രവണതയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇവിടുത്തെ ലീഗ് വിരുദ്ധ കോൺഗ്രസ് വോട്ടുകളും അൻവറിനെ തുണച്ചേക്കാം. സമീപകാല വോട്ട് കണക്കുകളിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായ സാഹചര്യമാണ് പൊതുവെ പൊന്നാനിയിലുള്ളത്.
എന്നാൽ മുസ്ലിം ലീഗിന്റെ കരുത്തനും മികച്ച പാർലമെന്റേറിയനുമായ ET മുഹമ്മദ് ബഷീറിനെയാണ് അൻവറിന് നേരിടാനുള്ളത്. ന്യൂസ് ടുഡേ മലപ്പുറം. കേരളം വരണ്ടുണങ്ങാൻ ഇനി 28 ദിവസം കൂടിയെന്ന് മുന്നറിയിപ്പ്. ജലവിനിയോഗത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ലഭ്യമാകുന്ന കുടിവെള്ളം സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി കർശന നിർദ്ദേശം നൽകുന്നു. 4 ആഴ്ചയ്ക്ക് ശേഷം കേരളത്തിന്റെ സ്ഥിതി അതീവ ഗുരുതരമാകും. ശുദ്ധജലക്ഷാമത്തെ തുടർന്ന് മരണങ്ങൾ സംഭവിക്കാനും സാധ്യതയെന്ന് വിലയിരുത്തൽ. ശക്തമായ സൂര്യതാപത്തിൽ പ്രകൃതിയിലെ പച്ചപ്പ് പൂർണ്ണമായും കരിഞ്ഞുണങ്ങിയതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ, ഭൂഗർഭ ജലവിധാനം 3/4 കിലോമീറ്ററോളം താഴ്ന്നുവെന്ന ഭൂജല വകുപ്പിന്റെ റിപ്പോർട്ട്, റിസർവോയറുകളിൽ 25 ദിവസത്തോളം മാത്രം ഉപയോഗിക്കാനാവുന്ന ജലശേഖരം മാത്രമാണെന്ന വാട്ടർ അതോറിറ്റിയുടെ കണക്കുകൾ, വന്യമൃഗങ്ങളും ജനങ്ങളും തമ്മിൽ വെള്ളത്തിനു വേണ്ടിയുള്ള സംഘർഷങ്ങൾ പതിവാകുന്നുവെന്ന വനം വകുപ്പിന്റെ റിപ്പോർട്ട്, അന്തരീക്ഷത്തിലെ ജലാംശം പൂർണ്ണമായി നഷ്ടപ്പെടുന്നതിന്റെ സൂചനകൾ, സമീപ ദിവസങ്ങളിൽ മഴയുണ്ടാകില്ലെന്ന കാലാവസ്ഥാ പ്രവചനം എന്നീ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. ന്യൂസ് ടുഡേ തിരുവനന്തപുരം. സൗദിയിലെ ഇന്ത്യൻ സ്ഥാനപതി അഹമ്മദ് ജാവേദിന് ഇന്ത്യൻ പൊതുസമൂഹത്തിന്റെ പ്രൗഢഗംഭീരമായ യാത്രയയപ്പ്. ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ റിയാദ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും എംബസി ഉദ്യോഗസ്ഥരുമടക്കം നിരവധി പേരാണ് എത്തിയത്. കഴിഞ്ഞ 3 വർഷം തനിക്ക് ഇന്ത്യൻ സമൂഹം തന്ന പിന്തുണ ഏറെ വലുതാണ്. സൗദിയുടെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ച് അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും സാധിച്ചതായി അഹമ്മദ് ജാവേദ് പറഞ്ഞു. എംബസിയെയും ഇന്ത്യൻ സമൂഹത്തെയും ബന്ധപ്പെടുത്താൻ യാതൊരു ലാഭേച്ഛയും കൂടാതെ വളണ്ടിയർ സേവനം ചെയ്യുന്ന എംബസിയുടെ നട്ടെല്ലായ വളണ്ടിയർ പ്രവർത്തകരോട് താൻ കടപ്പെട്ടിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൗദി സന്ദർശനം, അതുപോലെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ഇന്ത്യ സന്ദർശനം, ജനാദ്രിയ ഫെസ്റ്റിവലിൽ ഇന്ത്യക്ക് കിട്ടിയ അംഗീകാരം തുടങ്ങി നിതാഖത്ത് സമയത്തുള്ള പ്രവർത്തനങ്ങൾ, എല്ലാ കാര്യങ്ങൾക്കും പൊതുസമൂഹത്തിൽ നിന്നും സൗദി സർക്കാരിൽ നിന്നും വളരെ നല്ല പ്രതികരണമാണ് ഇടപെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും തനിക്ക് ലഭിച്ചിട്ടുള്ളതെന്നും സൽമാൻ രാജാവിനോടും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനോടും പ്രത്യേക നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. യാത്രയയപ്പ് ചടങ്ങിന് ശിഹാബ് കൊട്ടുക്കാടിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ 30 അംഗ കമ്മിറ്റി നേതൃത്വം നൽകി. സൈക്കം ഖാൻ അധ്യക്ഷനായിരുന്നു.